ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ പൂച്ചപ്പഴത്തിന്റെ അടുത്താണ്. അപ്പൊ പൂച്ചപ്പഴം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടായതാണ് ഈ പൂച്ചപ്പഴം. ഇപ്പൊ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പഴമുണ്ട് ഈ പൂച്ചപ്പഴം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ പൂച്ചപ്പഴം എന്നുള്ള പേര് വരാൻ കാരണം ഇതിന്റെ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോ നിറച്ചിങ്ങണ്ട പൂച്ചയുടെ രോമം പോലെയാണ് ഈ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുമ്പോ, അതുകൊണ്ട് തന്നെയാണ് പൂച്ചപ്പഴം എന്നുള്ള പേരുള്ളത്. പിന്നെ ഇതിന്റെ ഈ ഫ്രൂട്ട് ശ്രദ്ധിക്കും വേണ്ട, പൂച്ചയുടെ ഒരു കണ്ണ് പോലെയൊക്കെ തോന്നും ഈ ഫ്രൂട്ടിനും. പിന്നെ ഇതിന്നിപ്പോ നമുക്കൊരു നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. കണ്ട നിറച്ച് ഇതേപോലെ നിറച്ച് കായ്ക്കോട്ടെ. ഇതിപ്പോ പറഞ്ഞാൽ മെയ് തുടങ്ങിയാണ് ഇത് കായ്ച്ചു തുടങ്ങണത്. പക്ഷെ ഇത് ഉണ്ടായി കഴിഞ്ഞാല് നിറച്ചിങ്ങനെ കായ്ക്കും. നമ്മുടെ ഈ പൂച്ചപ്പഴത്തുമ്മല് ഞാൻ നോക്കുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ നമുക്ക് പൂച്ചപ്പഴം കാണാറുണ്ട് കേട്ടോ. കണ്ട ഇതിന്റെ മുട്ടുകളാണ് ഈ കാണുന്നത്. ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ശരിക്കും പൂച്ചയുടെ പൂട പോലെ നിൽക്കും. കണ്ട ഇതൊക്കെ വിരിഞ്ഞ് തീർന്ന ഫ്ലവറാണ്. ഇതൊക്കെ കായായി മാറും. നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് എലില്ലാത്ത രൂപത്തിൽ ഈ ഫ്രൂട്ട് ഇങ്ങനെ കായ്ച്ചു നിൽക്കും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല വൈറ്റ് കളറില ഈ ഫ്രൂട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഈ ചെടിയും കണ്ട നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്താൻ പറ്റിയാണ് നമ്മുടെ ഗാർഡനിലൊക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഈ പഴം പണ്ട് എല്ലാവരും പറിച്ച് കഴിച്ചിരുന്നതാണ്. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ പൂച്ചപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് ഇതിന്റെ വിത്ത് പാകി നമുക്ക് തൈകൾ ഉണ്ടാക്കാം. പിന്നെ ലെയർ ചെയ്ത് തൈകൾ ഉണ്ടാക്കാം. പിന്നെ ഇപ്പൊ ഈ ഞാറ്റുവേല ടൈമിലൊക്കെ നമുക്ക് ഇതിനെ കമ്പൊടിച്ച് നട്ടിട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കാം. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നടാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ പൂച്ചപ്പഴം. അപ്പൊ നമുക്ക് ഈ പൂച്ചപ്പഴം ഒന്ന് കഴിച്ചു നോക്കാം. പൂച്ചപ്പഴം പണ്ടുള്ള ആളുകളൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ തലമുറക്കാരൊക്കെയാണ് പൂച്ചപ്പഴം കാണാത്ത. കണ്ട ഇതേപോലെയാണ് നല്ല ഒരു പഞ്ഞി പോലെ കണ്ട നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഒന്നും കളയാനൊന്നുമില്ല. ഒരു ചാമ്പക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ഇതിന്. ടേസ്റ്റ് ആയിട്ടല്ല ഇത് വളർത്തണത്. ഇത് അന്യം നിന്ന് പോയൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ വളർത്തണേണ്. കണ്ട